നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് പ്രധാന വാർത്തകൾ. ഇറാന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ. സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച് നെതന്യാഹു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ജോ ബൈഡൻ. ലബനാൻ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ, 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ തടസ്സപ്പെട്ട് പശ്ചിമേഷ്യൻ വ്യോമഗതാഗതം. 81 വിമാന സർവീസുകൾ റദ്ദാക്കി. ദുബായിലേക്കുള്ള സർവീസുകൾ തുർക്കിയിലേക്കും ഈജിപ്തിലേക്കും തിരിച്ചുവിട്ടു. ഇന്ത്യയിലേക്കുള്ള സർവീസുകൾക്ക് തടസ്സമില്ല. എണ്ണവിലയിൽ കുതിപ്പ്. സൗദിയിൽ താൽക്കാലിക തൊഴിൽ വിസ ഇനി 6 മാസത്തേക്ക്. വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടി. ഹജ്ജ് ഉംറ സേവനങ്ങൾക്ക് എത്തുന്നവർക്കും പ്രയോജനം. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാന റൂട്ടുകൾ സൗദിയിലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. യാത്രക്കാരുടെ എണ്ണത്തിൽ 27% വർധന. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഒമാനും. സഹാ യൂണിവേഴ്സിറ്റിയിൽ IIM റോത്തയ്ക്കുമായി ചേർന്ന് പുതിയ ഡിഗ്രി പ്രോഗ്രാം. സാംസ്കാരിക രംഗത്ത് പുതിയ പദ്ധതികളുമായി കുവൈത്തും സൗദി അറേബ്യയും. സംയുക്ത വർക്ക്ഷോപ്പുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കും. ഏഷ്യൻ കോർപ്പറേഷൻ ഉച്ചകോടിക്ക് നാളെ ദോഹയിൽ തുടക്കം. ഇന്ത്യയടക്കം 35 രാജ്യങ്ങൾ പങ്കെടുക്കും. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സഹകരണം ശക്തമാക്കൽ ലക്ഷ്യം. ഇറാൻ പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിൽ പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാൻ ഇനി 3 മാസം കൂടി സമയം. രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് ആയിരക്കണക്കിന് ആളുകൾ. ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ ആഴ്ച മുഴുവൻ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സഖേൽ ആപ്പ് വഴി. രജിസ്റ്റർ ചെയ്യാത്ത പൗരന്മാരുടെ ബാങ്കിംഗ് ഇടപാടുകൾ നിർത്തിവെച്ചു. വനിതാ T20 ലോകകപ്പിന് നാളെ UAEയിൽ തുടക്കം. ഉദ്ഘാടന മത്സരം ബംഗ്ലാദേശും അയർലൻഡും തമ്മിൽ. ഇന്ത്യയുടെ ആദ്യ മത്സരം വെള്ളിയാഴ്ച ന്യൂസിലാൻഡിനെതിരെ. ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ. ബെന്യാമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു. മേഖലയിൽ ആണവായുധം ഉപയോഗിക്കുന്നതിനോട് അമേരിക്ക വിയോജിച്ചു. ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ വ്യോമതാവളങ്ങളിൽ പതിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ, 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം തെൽ-അവീവിലെ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MCA നാസറും മുജീബ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം MCA നാസറിലേക്ക്. നാസർ, ഇപ്പോൾ ലബനാനിലാണ് കരയുദ്ധത്തിലേക്ക് കടന്ന് കൂടുതൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമെന്ന് കരുതുന്നു. എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. ഔദ്യോഗികമായിട്ട് 8 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ നേതൃത്വം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 14 മുതൽ 20 വരെ വരുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. നിരവധി സൈനികർ, ഏതാണ്ട് 34 സൈനികർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റ നിലയിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ലബനാനിലേക്കുള്ള കരയാക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റ ഈ തിരിച്ചടി നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയും സൈനിക നേതൃത്വത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെയും പ്രതീക്ഷിച്ചത് ഹസൻ നസ്രുള്ളയുടെ വിയോഗത്തെ തുടർന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമാൻഡർമാരെ ഒക്കെ വധിച്ചതിൻ്റെ ഒരു ആഘാതത്തിൽ ഹിസ്ബുല്ലയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം പ്രധാനമായിട്ടും ഈ കരയുദ്ധത്തിൽ നടത്താൻ സാധിക്കുകയില്ല എന്നൊരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണത്തിൻ്റെ രണ്ടാം ദിവസം പുലർന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഹിസ്ബുല്ലയ്ക്ക്
ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും കഴിവുറ്റ ഉയർന്ന റാങ്കുകളിലുള്ള സൈനികരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമാണ് ഇപ്പോൾ കരയുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രായേലിന് നീങ്ങാനാവുകയുള്ളൂ. വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ വീണ്ടും അതിർത്തി മേഖലയിലേക്ക് ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട്. നിരവധി ഹെലികോപ്റ്ററുകളും പരിക്ക് പറ്റിയവരെ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രായേലിനെ കാത്തിരിക്കുന്നതെന്ന് ഹിസ്ബുല്ല നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അത്രയും സുസജ്ജമായിട്ടുള്ള പരിശീലനം സിദ്ധിച്ച 1,00,000 മുതൽ 1,50,000 വരുന്ന സൈനികരെയാണ് ഈ ഹിസ്ബുല്ല അവിടെ അണിനിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം ആ ഭാഗത്തു നിന്ന് രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആ മിസൈൽ ആക്രമണത്തിന്റെ അമ്പരപ്പും ഇസ്രായേലിനെ ചേരുന്നുണ്ട്. മുജീബ്, ഇവിടെ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് തന്നെ അടിക്കാമെന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ ചർച്ചകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളുമായി, പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെ തിരിച്ചടി? ധന്യ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതിരോധ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന് കനത്ത തിരിച്ചടി തന്നെ നൽകണമെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ബെന്യാമിൻ നെതന്യാഹു നേരത്തെ ഈ ലബനാൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ ബന്ധുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്കുള്ളൊരു സന്ദേശം എന്ന നിലയിൽ നേരത്തെ സംസാരിക്കേണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ മുമ്പിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തെക്കൻ ഇസ്രായേലിൽ നിന്ന് അവിടെ നഷ്ടപ്പെട്ടു പോയ ബന്ദികളുണ്ട്. ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണ്. അതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രയേലിൽ നിന്ന് കുടിയിറങ്ങിപ്പോയ കുടിയേറ്റക്കാരെ മടക്കിക്കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. അതിനുള്ള ആക്രമണങ്ങളും യുദ്ധവും തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത്. അവരെ തിരിച്ചെത്തിക്കും വരെ തനിക്ക് വിശ്രമമില്ല എന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം ഈ ഇറാനിന് മേലുള്ള ആക്രമണം ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അതിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞു. അതോടൊപ്പം വലിയൊരു ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നിരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയുള്ള സാധ്യതയെ സംബന്ധിച്ചായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ പറയുന്നത് ഒരു നിലക്കും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ല, ആ തരത്തിലേക്ക് ഈ ഒരു ആക്രമണം കൊണ്ടുപോകരുത്, അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. അത് മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ഇക്കാര്യം ഒരാക്രമണം ഉണ്ടാകുമ്പോഴും അത് പരിഗണിക്കുകയാണെങ്കിൽ ഇറാൻ ഏത് രീതിയിലാണോ ഇസ്രായേലിനെ ആക്രമിച്ചത് അത് തത്തുല്യമായ രീതിയിൽ തന്നെ കനത്ത തിരിച്ചടി തന്നെ നൽകേണ്ടതുണ്ട്. പക്ഷേ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്നുള്ളതാണ്. ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടന്നാൽ അത് വലിയ കാഷ്വാലിറ്റി എന്നതിനപ്പുറത്തേക്ക് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നടക്കും, അല്ലേ? തീർച്ചയായും വലിയ തരത്തിലുള്ള മേഖലയിൽ വലിയ അശാന്തി പടരുന്ന, ഏറ്റവും വലിയ അതിൻ്റെ ഒരു വ്യാപ്തി കണക്കാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അത് മാറും. ഒരിക്കലും ആ രീതിയിൽ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നു. US പ്രസിഡന്റ് തന്നെ അത്തരം കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. എന്നാൽ ഈ ഇറാൻ മിസൈലുകൾ വ്യോമത്താവളങ്ങളിൽ പതിച്ചതായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ IDF ഇന്ന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ഇറാനിൽ നിന്ന് 200ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തി. എന്നാൽ തങ്ങളുടെ അയൺ ഡോമുകൾ ഇതെല്ലാം തകർത്തിട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യത്തെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ പറയുന്നത് വ്യോമത്താവളങ്ങളിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, അതിൻ്റെ കെട്ടിടങ്ങൾക്ക്, ഓഫീസുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം അതിൽ ആളപായമോ ഇതുപോലെ ഫൈറ്റർ ജെറ്റ് പോലുള്ള വിമാനങ്ങൾ നശിക്കുകയോ പോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പ് സംഭവം, ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിരിക്കുന്നു. 7 പേർ കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ 6 പേരെ തിരിച്ചറിഞ്ഞതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ലബനാൻ അതിർത്തിയിൽ നിന്ന് ഉണ്ടായൊരു സ്ഫോടനമാണ്. ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ഫോടനം നടന്നത്. അതിനുശേഷമാണ് 8 സൈനികർ മരിച്ചതായുള്ള വിവരങ്ങൾ പറയുന്നത്. നേരത്തെ MC നാസർ സൂചിപ്പിച്ചതുപോലെ 14 മുതൽ 20 വരെയുള്ള ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു സൂചനയുണ്ട്. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ
അവിടെ നിന്നുള്ള പരിക്കേറ്റ സൈനികരുടെ എണ്ണം 39 ഗുരുതരമായി ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ സൈനിക ഹെലികോപ്റ്ററുകൾ ആ പ്രദേശത്ത് നിന്ന് വടക്കൻ ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് വലിയ ദുഷ്കരമായ ദൗത്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് തന്നെ തെക്കൻ ലെബനാനിൽ നിന്ന് ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 240ഓളം റോക്കറ്റുകളാണ് ഇന്ന് ലെബനാനിൽ നിന്ന് ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് IDF തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. അതിൽ കൂടുതലോ തിരിച്ചടിക്കാമെന്നുള്ള ഉദ്ദേശമായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിലും ഉണ്ടാവുക. അതിന്റെ ആലോചനകളാണ് നടക്കുന്നത്. ഞാൻ മുജീബിലേക്ക് വരാം. നാസർ, ഇവിടെ ഞാൻ ഈ സൈനിക മേധാവിയുടെ കാര്യം പറഞ്ഞു നോക്കുകയായിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ മേഖലകളിലും ആക്രമണം നടത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കാൻ ശത്രുക്കൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഉടൻ മനസ്സിലാക്കും എന്നാണ് ഹലവി പറഞ്ഞത്. അപ്പം സമ്പൂർണമായിട്ടൊരു യുദ്ധഭീതിയിലേക്ക് കടന്നിരിക്കുന്നു കാര്യങ്ങൾ. പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് എന്താണ് ഇനി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നലെ ഇപ്പോൾ 2 മാസം പിന്നിട്ടൊരു ഘട്ടത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ വധം നടന്നിട്ടാണ് ഈ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തുന്നത്. 2 ഘടകങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഈ ആക്രമണത്തിന് സാധൂകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ഒന്ന്, ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ ഇസ്രായേൽ വധിച്ചതിനുള്ള ഒരു പ്രതികാരം. മറ്റൊന്ന്, ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ചതിനുള്ള പ്രതികാരം. ഈ 2 വ്യക്തികളെ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രതികരണം മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. വല്ല നിലക്കും ഇനി ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ തെഹ്റാനെതിരെ നീക്കം നടത്തുകയാണെങ്കിൽ അതിന് ഈ സ്വഭാവത്തിലായിരിക്കുകയില്ല, കുറെ കൂടി വ്യാപകമായ സ്വഭാവത്തിലേക്ക് തങ്ങളുടെ പ്രതികരണം നീളും എന്ന് നിരന്തരമായി തന്നെ സൈനിക നേതൃത്വവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇറാൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ഏതെങ്കിലും മേഖലയിലെ ഒരു രാജ്യം തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത്തരം രാജ്യങ്ങൾക്കെതിരെ കൂടി തീർച്ചയായിട്ടും തങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ്റെതായിട്ട് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് കൂടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്. അമേരിക്ക പോലും നിലവിലെ സാഹചര്യത്തിൽ UN ഇടപെടൽ എങ്ങനെയാണ്? ഇപ്പൊ ഈ സാഹചര്യം വിലയിരുത്താൻ സുരക്ഷാ കൗൺസിലിലെ യോഗം നടക്കുകയാണെന്ന് അറിയുന്നു. പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ്, ഈ വെടിനിർത്തൽ നിർദ്ദേശിച്ചിരുന്നു, എന്നാൽ ഇസ്രായേൽ അതൊന്നും ചെവികൊണ്ടില്ല. അതുകൊണ്ടാണ് ഇത്ര മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു നരകമായി മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പം ഇപ്പോൾ യോഗത്തിൽ എന്തായിരിക്കും ചർച്ചയാവുന്നത്? എങ്ങനെയായിരിക്കും UN ഇടപെടൽ? ഇതിൻ്റെ രക്ഷാസമിതി യോഗം ഇന്ന് വൈകിട്ട് തന്നെ ആരംഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അതിൽ സംസാരിച്ചു. ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിന് മുമ്പാകെ അവർ ഉന്നയിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനം ഈ മേഖല അസ്ഥിരമാകുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സംയമനത്തിൻ്റെ ഭാഷ ഇനി ഞങ്ങളോട് പറയേണ്ടതില്ല. ഏറ്റവും കനത്ത ആക്രമണം 200-ലധികം മിസൈലുകളാണ് ഞങ്ങളുടെ ഇസ്രായേലിൽ വന്ന് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ നൽകും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അതോടൊപ്പം തന്നെ ഇറാനെതിരെ കുറെ കൂടി ശക്തമായിട്ടുള്ള ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ UN തലത്തിൽ തന്നെ വരേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. പക്ഷെ അത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കിയത്. അമേരിക്കയും ഏറെക്കുറെ ഈ സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. രക്ഷാസമിതി യോഗത്തിൽ പ്രധാനമായിട്ടും ഇറാനും ഇറാന്റെ പ്രോക്സികളുമാണ് ഈ ഒരു അസ്ഥിരത മേഖലയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ്. അത് തങ്ങൾ നൽകും. അതേസമയം ഒരു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനോടും മറ്റും തങ്ങൾക്ക് എതിർപ്പുണ്ട്. അക്കാര്യം ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി അമേരിക്ക പ്രതികരിച്ചു. അതോടൊപ്പം തന്നെയാണ് G7 രാജ്യങ്ങളും ഒരു വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി G7 രാജ്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലൂടെ വളരെ ചുരുങ്ങിയ സ്വഭാവത്തിലെങ്കിലും ഇസ്രായേലിനെ അടക്കി നിർത്താൻ പറ്റുമോ എന്നൊരു നീക്കം കൂടിയാണ് ഈ G7 രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമം തുടരുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് ചേർന്ന സുരക്ഷാ സമിതി യോഗം ഇറാനെതിരെ ആഞ്ഞടിക്കാനുള്ള അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമാണ് ഈ ചുമതല സുരക്ഷാ സമിതി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുമായിട്ടുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ ഈ രാത്രിയിൽ
നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണം നടത്തുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, അതിൻ്റെ വ്യാപ്തി എന്തായിരിക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഈ രാത്രിയിൽ കൂടിയാലോചനകൾ തിരക്കിട്ട രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ് മാത്രമായിരിക്കുമോ ഈ തിരിച്ചടി ഉണ്ടാവുക, അതല്ല വളരെ പൊടുന്നനെ തന്നെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അർദ്ധരാത്രിയോടുകൂടി മാത്രമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും തിരിച്ചടിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ 10 മണി വരെ തെഹ്റാൻ വിമാനത്താവളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇറാനും കൈക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏത് സാഹചര്യം നേരിടാനും ജനങ്ങളോട് സജ്ജമായി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഉള്ളത് ദോഹയിലാണ്. ഖത്തർ അമീറുമായിട്ടും ഉൾപ്പെടെയുള്ളവരുമായിട്ടും ചർച്ചകൾ തുടരുകയാണ്. അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം തങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് കൂടി ഖത്തറിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇറാൻ പ്രസിഡന്റ് അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ട് കൂടിയുണ്ട്. ധന്യ. ശരി നാസർ, എന്താകും ഇനി ഭാവി പശ്ചിമേഷ്യയുടെ എന്നത് ഇസ്രായേലിന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ആലോചനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ലബനാനിലേക്ക് കരയുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, ഒരു നരകതുല്യമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ കടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി MC നാസർ. മുജീബ് റഹ്മാൻ. മറ്റു വാർത്തകളിലേക്ക്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ തടസ്സപ്പെട്ട് പശ്ചിമേഷ്യയിലെ വ്യോമഗതാഗതം. എമിറേറ്റ്സിന്റേതടക്കം നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇന്നും നാളെയുമായുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകളെ ബാധിച്ചിട്ടില്ല. എയർക്രാഫ്റ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24ന്റെ കണക്കുപ്രകാരം 16 വിമാന കമ്പനികളുടെ 81 വിമാനങ്ങളെയാണ് മിസൈൽ ആക്രമണം ബാധിച്ചത്. എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, ഖത്തർ എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ സാധിക്കുന്ന സ്ഥലത്ത് എത്രയും വേഗം ലാൻഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശമെന്ന് ഫ്ലൈറ്റ് റഡാർ വക്താവ് പറയുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള നിരവധി വിമാനങ്ങൾ കൈറോയിലും ഇസ്താംബുളിലും ദക്ഷിണ തുർക്കിയിലെ അന്തല്യയിലുമാണ് ഇറക്കിയത്. യൂറോപ്യൻ നഗരങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തുടങ്ങിയ ചില വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ആക്രമണം നടന്ന ഉടൻ തന്നെ യൂറോപ്യൻ എയർ ട്രാഫിക് കൺട്രോൾ ഏജൻസിയായ യൂറോ കൺട്രോൾ സ്ഥിതിഗതികളെക്കുറിച്ച് പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ജോർദാൻ, ഇറാഖ്, ലബനാൻ വ്യോമപാതകൾ സമ്പൂർണ്ണമായി അടച്ചു. ഇവിടങ്ങൾ വഴിയുള്ള വ്യോമഗതാഗതം ഇനിയും പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്നും നാളെയുമായി ഷെഡ്യൂൾ ചെയ്ത നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് ലണ്ടൻ, ദുബായ് ബഹ്റൈൻ, ദുബായ് കുവൈത്ത്, ദുബായ് മസ്കത്ത് വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ഇറാഖിലെ ബസ്ര, ബാഗ്ദാദ്, ഇറാനിലെ തെഹ്റാൻ, ജോർദാനിലെ അമ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. ദുബൈയിൽ നിന്ന് ഇസ്രായേലിലെ തെൽ അവീവിലേക്കുള്ള ഫ്ലൈ ദുബൈയുടെ സർവീസുകളും ഉപേക്ഷിച്ചിട്ടുണ്ട്. അതേസമയം ആക്രമണം ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല. മീഡിയ 1 ദുബൈ. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് കുവൈറ്റ് വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തിയതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. വിമാനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. റൂട്ടുകളിൽ മാറ്റം വരുത്തുന്നതിനെ തുടർന്ന് വിമാനങ്ങൾ വൈകുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ രാജ്സി അറിയിച്ചു. രാജ്യത്തേക്ക് വിമാനങ്ങൾ സുരക്ഷിതമായി എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. അതിനിടെ ഇറാൻ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ജസീറ എയർവേസ് നിർത്തിവെച്ചു. എയർലൈനിന്റെ വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കാനും ഏറ്റവും പുതിയ വാർത്തകളും നിർദ്ദേശങ്ങളും തങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകൾ വഴി അറിഞ്ഞിരിക്കാനും ജസീറ എയർവേസ് യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. നേരത്തെ ചില വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തിയതായി കുവൈറ്റ് എയർവേസും അറിയിച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തറിലെത്തി. ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും അല്പസമയത്തിനകം സംയുക്ത പ്രസ്താവന നടത്തും. ഇറാനും ഖത്തറും വിവിധ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിലും ഒപ്പുവയ്ക്കും. നാളെ ഏഷ്യൻ കോർപ്പറേഷൻ ഉച്ചകോടിയിലും ഇറാൻ പ്രസിഡന്റ് പങ്കെടുക്കും. രാജ്യാന്തര എണ്ണ വിപണിയെ ബാധിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി. അസംസ്കൃത എണ്ണയുടെ വില ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. സംഘർഷത്തിന് അയവില്ലാത്ത സാഹചര്യത്തിൽ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡ് 2.7% വർധനയാണ് രേഖപ്പെടുത്തിയത്. വില ബാരൽ ഒന്നിന് $75.50 US അസംസ്കൃത എണ്ണയായ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് 3% വർദ്ധിച്ച് ബാരലിന് $72 സെപ്റ്റംബർ 3 മുതലുള്ള ബ്രാൻഡിന്റെ ഏറ്റവും വലിയ നിരക്കാണ് ബുധനാഴ്ചയിലേത്.
സെപ്റ്റംബർ 24 മുതലുള്ള വലിയ നിരക്കിലാണ് WTI. ഈ ആഴ്ചയിൽ 5% വർധനയാണ് ബ്രെന്റ് ക്രൂഡ് ഓയിലിൽ ഉണ്ടായത്. WTIയിൽ 6%. പ്രതിദിനം 30 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എത്തുന്നത്. രാജ്യത്തിന്റെ ഇന്ധന മേഖലയിലെ ചെറിയ ചലനങ്ങൾ പോലും ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയ വേളയിലും രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്തും എണ്ണവില കുതിച്ചുയർന്നിരുന്നു. മീഡിയ 1 ദുബൈ. ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ലബനാന് പിന്തുണയുമായി കുവൈറ്റ്. വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ ലേഹിയ ലബനാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള ബൗ ഹബീബിനെ ഫോണിൽ വിളിച്ച് രാജ്യത്തിന്റെ പിന്തുണ അറിയിച്ചു. ലബനൻ ജനതയ്ക്കും സർക്കാരിനും ഐക്യദാർഢ്യവും പിന്തുണയും അബ്ദുള്ള അൽ ലേഹിയ വ്യക്തമാക്കി. ലബനാനെതിരെ ഇസ്രായേൽ തുടരുന്ന എല്ലാ ആക്രമണങ്ങളെയും അപലപിച്ച അബ്ദുള്ള അൽ ലേഹിയ രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കുവൈറ്റിന്റെ പിന്തുണയും അറിയിച്ചു. ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യൻ കോർപ്പറേഷൻ ഉച്ചകോടി നാളെ ഖത്തർ അമീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയടക്കം 35 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സഹകരണം ഉറപ്പാക്കുന്നതിനായി 2002 ഏഷ്യൻ കോഓപ്പറേഷൻ ഉച്ചകോടിക്ക് തുടക്കം കുറിക്കുന്നത്. 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ACD ഉച്ചകോടിയുടെ 3ാമത് പതിപ്പാണ് ഖത്തറിൽ നടക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ACD നടന്നിരുന്നില്ല. വിവിധ രാഷ്ട്രത്തലവന്മാർ, വിദേശകാര്യമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതിനിധികളാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത്. ഇറാൻ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ ഇതിനോടകം ഖത്തറിലെത്തിയിട്ടുണ്ട്. കായിക നയതന്ത്രം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സംഗമത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുത്തു. മീഡിയ 1 ദോഹ. സാംസ്കാരിക മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് കുവൈത്തും സൗദി അറേബ്യയും. കുവൈത്ത് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുതൈരിയും സൗദി സാംസ്കാരിക മന്ത്രി ബദർ ബിൻ രാജകുമാരനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം വിവിധ മേഖലകളിൽ സാംസ്കാരിക കൈമാറ്റം പ്രോത്സാഹിപ്പിക്കും. ഇതോടൊപ്പം സംയുക്ത വർക്ക്ഷോപ്പുകളും പരിശീലന പരിപാടികളും കരാറിന്റെ ഭാഗമായി നടക്കും. കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ആയിരക്കണക്കിന് സ്വദേശികൾ. കുവൈറ്റ് പൗരന്മാർക്ക് ബയോമെട്രിക് പൂർത്തിയാക്കുവാനുള്ള സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. 9 ലക്ഷത്തിലേറെ പേർ ഇതുവരെ ബയോമെട്രിക് വിരലടയാളം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 47,445 കുവൈത്തി പൗരന്മാർ ഇനിയും ബയോമെട്രിക് പൂർത്തിയാക്കിയിട്ടില്ല. ഇതിൽ ഭൂരിപക്ഷം ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് ഇടപാടുകളും നിർത്തിവച്ചതായി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ സ്വദേശികൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ തുടരാൻ ബയോമെട്രിക് വിരലടയാളം നൽകി സിവിൽ ID സാധ്യത ഉറപ്പാക്കണം. ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടവർ തങ്ങളുടെ ഗവർണറേറ്റിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന് കീഴിലുള്ള പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിച്ച് ബയോമെട്രിക് പൂർത്തീകരിക്കണം. ഇതിനുശേഷം ഇടപാടുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് അധികൃതർ പറഞ്ഞു. പ്രവാസികൾക്ക് ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. ഷോപ്പിംഗ് മാളുകളിലെ ബയോമെട്രിക് വിരലടയാള കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രവർത്തനം നിർത്തിയിരുന്നു. എന്നാൽ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെ സേവനം നൽകുന്നത് തുടരും. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിനായി സഹ്ലാപ്പ് വഴി അപേക്ഷിക്കണം. മീഡിയ 1 കുവൈറ്റ്. ഇന്ത്യ ഒമാൻ വിദ്യാഭ്യാസ ബന്ധം ശക്തമാകുന്നു. പുതിയ സംയുക്ത ഡിഗ്രി പ്രോഗ്രാമിനായി സൊഹാർ യൂണിവേഴ്സിറ്റിയും IIM റോത്തക്കും തമ്മിൽ കരാർ ഒപ്പിട്ടു. ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും ഒമാൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നോവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മ ബിൻത് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ മൗറൂഖിയെയും സംബന്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കരാറെന്നും ഒമാൻ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. സൗദിയിലെ താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. ഇതോടെ താൽക്കാലിക ജോലിക്കായി സൗദിയിലെത്തുന്നവർക്ക് ഇനി 6 മാസം കാലാവധി ലഭിക്കും. ഹജ്ജ്, ഉംറ സേവനങ്ങൾക്കുള്ള താൽക്കാലിക തൊഴിൽ വിസ എന്ന വിസയുടെ പേര് മാറ്റിയിട്ടുണ്ട്. തൊഴിൽ വിസകളുടെ ദുരുപയോഗം തടയാനും നിയമത്തിൽ നിബന്ധനകളുണ്ട്. സൗദിയിൽ കമ്പനികൾക്ക് കീഴിൽ ഹജ്ജിനും ഉംറക്കുമായി ജോലിക്കെത്തുന്നവർക്ക് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അനുവദിച്ചതായിരുന്നു താൽക്കാലിക വിസ. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുതിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയത്. ഇതനുസരിച്ച് താൽക്കാലിക തൊഴിൽ വിസകളിലെ മാറ്റം ഇപ്രകാരമാണ്. ഹജ്ജ്, ഉംറ സേവനങ്ങൾക്കുള്ള താൽക്കാലിക തൊഴിൽ വിസ എന്നായിരിക്കും ഇതിന്റെ പേര്. കാലാവധി ഇനി 3 പകരം 6 മാസമാണ്.
ഇതിൽ രാജ്യത്ത് താങ്ങാവുന്ന പരമാവധി സമയം ഷഅബാൻ മാസം 15 മുതൽ മുഹറം അവസാനം വരെയായി നീട്ടുകയും ചെയ്തു. വിസ അനുമതിക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾ ഇനി മുതൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പ്രത്യേക അനുമതി പത്രം സമർപ്പിക്കേണ്ടതില്ല. തൊഴിൽ, മാനവ വിഭവശേഷി, സാമൂഹിക വികസന മന്ത്രാലയത്തിൽ തന്നെ അപേക്ഷിച്ചാൽ മതി. ഇവയിലെത്തുന്ന തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ കരാറും ലഭ്യമാക്കും. താൽക്കാലികമായി ഈ തൊഴിൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. നിയമം ലംഘിച്ചാലുള്ള പിഴകളും ശിക്ഷകളും പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പുതിയ മാറ്റങ്ങൾ അടുത്ത ഹജ്ജിന് മുന്നോടിയായി 180 ദിവസത്തിനകം പ്രാബല്യത്തിൽ വരും. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാന റൂട്ടുകൾ സൗദിയിലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. റിയാദ് ദുബായ് റൂട്ടും ജിദ്ദ കെയ്റോ റൂട്ടുമാണ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന പാത. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പലതരം വിസകൾ ഇറങ്ങിയതാണ് തിരക്കേറിയ റൂട്ടുകൾ സൗദിയിലെത്താൻ കാരണം. റിയാദിൽ നിന്നും കെയ്റോയിലേക്ക് പ്രതിദിനം 50 സർവീസുകളുണ്ട്. ജിദ്ദയിൽ നിന്നും ദുബായിലേക്ക് 40 സർവീസുകളും. ഇതാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാന റൂട്ടുകൾ. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ എക്സിക്യൂട്ടീവ് അലി റജബ് ആണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിലെ പുതിയ ടൂറിസം, ഉംറ, GCC, ബിസിനസ് വിസകളെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ 27% വർധനവാണ് ഈ വർഷമുള്ളത്. സൗദിയിൽ നിന്നും വിമാനങ്ങൾ സർവീസ് നടത്തുന്ന വിദേശ നഗരങ്ങളുടെ എണ്ണവും കൂടി. 162 രാജ്യങ്ങളിലേക്ക് നിലവിൽ വിമാന സർവീസ് ഉണ്ട്. 2019 അപേക്ഷിച്ച് 62% കൂടുതലാണിത്. 2030 ഇത് 250 രാജ്യങ്ങളായി വർദ്ധിപ്പിക്കാനാണ് സൗദിയുടെ ശ്രമം. $10,000 കോടി നിക്ഷേപങ്ങളാണ് സൗദിയിലെ വ്യോമയാന മേഖലയിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ മീഡിയ റെഗുലേഷൻ അതോറിറ്റി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. മലയാളമടക്കം വിവിധ ഭാഷകളിൽ അനധികൃത പ്രൊമോഷൻ ചെയ്തവരെയാണ് 1 മാസത്തിനിടെ വിളിപ്പിച്ചത്. ലൈസൻസുള്ള സൗദി ഇൻഫ്ലുവൻസർമാരും സ്ഥാപനങ്ങളും നൽകിയ പരാതികളിലും നടപടി ആരംഭിച്ചു. ലൈസൻസ് ഇല്ലാതെ സൗദിയിൽ പ്രൊമോഷൻ വീഡിയോ നൽകുന്നത് നിയമവിരുദ്ധമാണ്. സൗദിയിൽ ലൈസൻസ് ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് പ്രവർത്തിക്കാനാകില്ല. സൗദികൾക്ക് മാത്രമായിരുന്നു ഈ രംഗത്ത് നേരത്തെ അനുമതി. നിലവിൽ വിദേശികൾക്കും കർശന നിബന്ധനകളോടെ ലൈസൻസ് അനുവദിക്കുന്നുണ്ട്. 15,000 റിയാലാണ് വാർഷിക ഫീസ്. ഓരോ വർഷവും ഇത് 15,000 റിയാൽ നൽകി പുതുക്കുകയും വേണം. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതോറിറ്റിയുടെ നിരീക്ഷണത്തിലായിരിക്കും. നൽകുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച വിശദാംശം അതോറിറ്റിയാണ് പരിശോധിക്കുക. സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വകാര്യത ഹനിച്ചാൽ ഇവർക്കെതിരെ നടപടിയുണ്ടാകും. നൽകുന്ന പ്രൊമോഷൻ വ്യാജമാണെങ്കിൽ കബളിപ്പിക്കലിനും ശിക്ഷയുണ്ടാകും. ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ പ്രവർത്തിക്കുന്ന വിദേശികളെയാണ് നിലവിൽ അതോറിറ്റി നിരീക്ഷിച്ച് വിളിപ്പിക്കുന്നത്. ചട്ടങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരുടെ വിവരങ്ങളും രേഖകളും അതോറിറ്റി രേഖപ്പെടുത്തി മുന്നറിയിപ്പ് നൽകി വിട്ടയക്കും. ഇവർ പിന്നീട് നിരീക്ഷണത്തിലായിരിക്കും. ആവർത്തിച്ചാൽ 30,000 റിയാൽ മുതൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിക്കുന്നതെങ്കിൽ അനധികൃതമായി ജോലി ചെയ്തതിന് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി നാടുകടത്തുകയും ചെയ്യും. മലയാളികളെ സമാന രീതിയിൽ കഴിഞ്ഞയാഴ്ച വിളിപ്പിച്ചിരുന്നു. വിവിധ രാജ്യക്കാർക്കെതിരെ സ്വീകരിച്ച ഇത്തരത്തിലുള്ള നടപടികൾ അതോറിറ്റി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർമാരുടെ മത്സരം മുറുകിയതോടെ പരസ്പരം പരാതി നൽകുന്നതും ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർക്കെതിരെ സൗദികളും പരാതി നൽകുന്നുണ്ട്. ഇതാണ് കൂടുതൽ പരാതികൾ വർദ്ധിക്കാൻ കാരണം. പ്രൊമോഷൻ ചെയ്യുന്നവർ ആശ്രിത വിസയിലാണെങ്കിൽ സ്പോൺസറായ കുടുംബനാഥനെയും വിളിപ്പിക്കും. ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻസിന്റെ ലൈസൻസോടെയാണ് സൗദിയിൽ വിദേശ ടെലിവിഷൻ ചാനലുകൾക്ക് പോലും പ്രവർത്തിക്കാനാകൂ. വിദേശികളുടെ ഏത് തരം വീഡിയോ അവതരണങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഇത് നിർബന്ധമാണ്. നിലവിൽ റിയാദ്, ജിദ്ദ, ദമാം നഗരങ്ങളിലാണ് അതോറിറ്റിയുടെ പ്രധാന ഓഫീസുകൾ. മീഡിയ 1, റിയാദ്. വനിതാ T20 ലോകകപ്പ് മത്സരങ്ങൾ നാളെ തുടങ്ങും. ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. വെള്ളിയാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സമ്മർദ്ദങ്ങളില്ലാതെയാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞു. ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്നാണ് വനിതാ T20 ലോകകപ്പ് UAEയിലെത്തിയത്. ഷാർജയിലും ദുബൈയിലുമാണ് മത്സരങ്ങൾ. UAE സമയം ഉച്ചയ്ക്ക് 2-ന് ഷാർജയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. വൈകുന്നേരം 6-ന് ദുബൈയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. വെള്ളിയാഴ്ച വൈകിട്ട് ദുബൈയിൽ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 6-ന് ഉച്ചയ്ക്ക് 2-നായിരിക്കും ഇന്ത്യ-പാക് പോരാട്ടം. സമ്മർദ്ദങ്ങളില്ലാതെയാണ് കളത്തിലിറങ്ങുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Go there and enjoy yourself and no pressure because
the more important is enjoying yourself in this tournament and putting pressure on yourself, because pressure is not going to help you at all. But yeah, that excitement means a lot for us, and my message is very simple and very clear. Just go there, enjoy yourself, because that is something which is going to help you a lot when you play. വയനാട് മാനന്തവാടി സ്വദേശി സജന സജീവൻ, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ആശാ ശോഭന എന്നീ മലയാളികൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ടീം. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾക്കും ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വേദി. പുരുഷ വനിതാ മത്സരങ്ങളുടെ സമ്മാനത്തുക ഏകീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ദുബൈയിലെയും ഷാർജയിലെയും കളിക്കളങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കപ്പ് ആര് സ്വന്തമാക്കുമെന്നറിയാൻ ഒക്ടോബർ 20 വരെ കാത്തിരിക്കണം. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. സൗദിയിൽ 8000-നടുത്ത് ആഡംബര കാറുകൾ തിരികെ വിളിച്ച് വാണിജ്യ മന്ത്രാലയം. BMW, മിനി കൂപ്പർ, റോൾസ് റോയ്സ് കാറുകളുടെ വിവിധ മോഡലുകളാണ് തിരികെ വിളിച്ചത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ തകരാർ അപകടത്തിന് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സൗദിയിലെ വാണിജ്യ മന്ത്രാലയമാണ് തിരികെ വിളിച്ച കാറുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. 7754 BMW, 124 മിനി കൂപ്പർ, 60 റോൾസ് റോയ്സ് കാറുകളാണ് വിപണിയിൽ നിന്നും തിരികെ വിളിച്ചത്. 2023-24 മോഡലുകൾക്കാണ് ഇത് ബാധകം. നിലവിൽ വിറ്റുപോയവ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി റിപ്പയർ ചെയ്ത് നൽകണം. വിൽക്കാനുള്ളവയുടെ തകരാർ പരിഹരിക്കുകയും വേണം. ഇന്റഗ്രേറ്റഡ് ബ്രേക്ക് സിസ്റ്റത്തിലെ തകരാർ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റത്തെയും സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റത്തെയും ബാധിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇതിനാൽ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം നിശ്ചിത അകലത്തിനു മുന്നേ തന്നെ പ്രവർത്തിക്കുകയും വാഹനത്തിന് പിറകിൽ വാഹനങ്ങൾ ഇടിക്കാൻ കാരണമാവുകയും ചെയ്യും. BMW-വിന്റെ 5 സീരീസ്, X സീരീസിലെ 1, 2, 5, 6, 7 മോഡലുകളും 7 സീരീസ് മോഡലുകളും ഇതിൽപ്പെടും. വാഹന ഉപഭോക്താക്കൾക്ക് തിരികെ വിളിച്ച മോഡലുകളുടെ വിശദാംശങ്ങൾ ചേസിസ് നമ്പർ നൽകി പരിശോധിക്കാം. ഇതിനായി www.recalls.sa എന്ന വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി. മീഡിയ 1, റിയാദ്. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം ആഘോഷിച്ചു. എംബസിയിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ്, എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പരിസരം വൃത്തിയായും ഹരിതമായും നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അംബാസിഡർ പറഞ്ഞു. വടകര MP ഷാഫി പറമ്പിലിന് ഖത്തറിൽ സ്വീകരണമൊരുക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അൽ അറബി സ്റ്റേഡിയത്തിലാണ് പരിപാടി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, RMP നേതാവ് K വേണു ഉൾപ്പെടെയുള്ള നേതാക്കളും പരിപാടിക്കെത്തും. ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സംഭവം വിവാദമായപ്പോൾ PR ടീമിന്റെ തലയിലിട്ട് തടി ഊരാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ഒരു ജില്ലയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നത്. ഇതിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. RSS അജണ്ട നടപ്പാക്കുന്ന നടപടിയിൽ നിന്ന് മുഖ്യമന്ത്രിയും പോലീസും പിന്മാറണമെന്നും KMCC സംസ്ഥാന പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ, ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി എന്നിവർ ആവശ്യപ്പെട്ടു. രാമപുരം അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗൈത്താൻ രാജധാനി പാലസിൽ നടന്ന ചടങ്ങ് ബിജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഡൊമിനിക് ഏറത്ത്, ചെസിൽ ചെറിയാൻ, സണ്ണി കരിയപ്പുറം, ഡൊണാൾഡ് ബിജു എന്നിവർ ആശംസകൾ അറിയിച്ചു. അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ വിവിധയിനം കലാപരിപാടികളും നടന്നു. കുവൈറ്റിലെ പ്രമുഖ ഗായകരുടെ ഗാനമേളയും നടന്നു. ജോബിൻ തോമസ്, സുജിത് ആൻഡ്രൂസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ലിജേഷ് ഉദ്ഘാടനം ചെയ്തു. എൽദോ ബാബു അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ, മാവേലി എഴുന്നള്ളത്ത്, വടംവലി, ഓണസദ്യ എന്നിവ ഒരുക്കിയിരുന്നു. ഹരിപ്രസാദ്, KV സൂരജ്, അനിൽ കേളോത്ത്, വിജയേഷ് മാരാർ എന്നിവർ ആശംസകൾ നേർന്നു. സാൽമിയ ഫർവാനിയ യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. പ്രവാസോണം എന്ന പേരിൽ ബഹ്റൈനിൽ പ്രവാസി വെൽഫെയർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച നടക്കും. മനാമയിലെ കർണാടക സോഷ്യൽ ക്ലബ്ബിൽ ഓണസദ്യയും വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുവൈറ്റിലെ എഞ്ചിനീയറിംഗ് അലൂമിനി അസോസിയേഷനുകളുടെ കൂട്ടായ്മ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു. ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ആർപ്പോണം 2024 ആഘോഷ പരിപാടി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
KEF ചിൽഡ്രൻസ് ക്ലബിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഒമാൻ ബിദിയ SIC നൂറുൽ ഇമാൻ മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇഷൽ അബി 2024 എന്ന പേരിൽ നബിദിന ആഘോഷ പരിപാടികൾ നടന്നു. ഷംസുദ്ദീൻ ഇരിക്കൂറിന്റെ അധ്യക്ഷതയിൽ റഫീഖ് മോളൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മാനി മുഖ്യപ്രഭാഷണം നടത്തി. ഷഫീഖ് പൊന്നാട്, റിയാസ് ചിറ്റാരിപ്പറമ്പ്, നാസർ വയനാട്, നവാസ് ഫൈസി, യാസിർ എന്നിവർ നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഗാഫില ദഫ് സംഘത്തിന്റെ ദഫ് പ്രദർശനവും അരങ്ങേറി. SKSSF ഒമാൻ നാഷണൽ കമ്മിറ്റി ഇഷ്ക് മജ്ലിസ് സംഘടിപ്പിച്ചു. റൂബി ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 100-ലധികം പേർ പങ്കെടുത്തു. SKSSF നാഷണൽ ചെയർമാൻ സയ്യിദ് ഷംസുദ്ദീൻ അൽ ഹൈദ്രോസി സൊഹാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഖാജ ഹുസൈൻ ദാരിമി, മോയിൻ ഫൈസി എന്നിവർ ഇഷൽ നിലാവിന് നേതൃത്വം നൽകി. ഒമാൻ SIC പ്രസിഡന്റ് അൻവർ ഹാജി അധ്യക്ഷനായ പരിപാടിയിൽ സക്കീർ ഹുസൈൻ ഫൈസി സ്വാഗതവും അഹമ്മദ് ഷരീഫ് നന്ദിയും പറഞ്ഞു. OICC ദമാം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓണപ്പകിട്ട് എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിച്ചു. പ്രവർത്തകരും കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം OICC റീജിയണൽ പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്തു. ഹാസ്യ കലാകാരന്മാരായ രാജാ സാഹിബ്, മുൻഷി രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. ജോണി പുതിയറ, ഷിയാബ് കായംകുളം, ജോൺ കോശി, രാജീവ് ആലപ്പി എന്നിവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജലീൽ പള്ളാത്തുരുത്തി, റോയ് കരുമാടി എന്നിവർ നേതൃത്വം നൽകി. 4 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന സൗദി ജുബൈലിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ നൂ പാപ്പിനിശ്ശേരിക്ക് ജുബൈലിലെ സംഘടനകളുടെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ജുബൈൽ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയയപ്പ് പരിപാടിയിൽ 20ഓളം സംഘടനാ പ്രതിനിധികളും പ്രവാസികളും പങ്കെടുത്തു. ജുബൈലിലെ 20ഓളം പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയായ ജുബൈൽ വെൽഫെയർ അസോസിയേഷൻ ജുവ നൂഹ് പാപ്പിനിശ്ശേരിക്ക് യാത്രയയപ്പ് നൽകി. കൂട്ടായ്മയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നൂഹ്. ഒപ്പം ജുബൈലിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യം കൂടിയാണ് അദ്ദേഹം. 4 പതിറ്റാണ്ട് നീണ്ട പ്രവാസത്തിനൊടുവിലാണ് മടക്കം. യാത്രയപ്പ് പരിപാടിയിൽ സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. വ്യത്യസ്ത സംഘടനാ പ്രതിനിധികൾ പൊന്നടയണിയിച്ചും മൊമന്റോ നൽകിയും നൂഹ് പാപ്പിനിശ്ശേരിയെയും കുടുംബത്തെയും ആദരിച്ചു. അഷ്റഫ് മൂവാറ്റുപുഴ, നജീബ് നസീർ, റാഫി ഹുദവി, ഉമേഷ് കളരിക്കൽ, നൌഷാദ് PK, അബ്ദുൾ റൌഫ്, ഡോക്ടർ ജൌഷീദ്, തോമസ് മാമൂടാൻ, ഡോക്ടർ ശാന്തിരേഖ, നിയാസ് നാരകത്ത് എന്നിവർക്ക് പുറമെ മാധ്യമപ്രവർത്തകർ, ഇന്ത്യൻ എംബസി, സോഷ്യൽ വർക്കേഴ്സ്, മറ്റു കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഷംസുദ്ദീൻ പള്ളിയാളി, ബൈജു അഞ്ചൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഹോട്ടൽ റീജൻസിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ കുവൈറ്റിൽ നിന്നും തിരികെ പോകുന്ന ഡോക്ടർ രമേശ് പണ്ഡിറ്റ്, ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ സമീർ ഹുമദിനെ പ്രസിഡന്റായും ഡോക്ടർ ഫിലിപ്പോസ് ജോർജിനെ ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ സണ്ണി വർഗീസ് ട്രഷററായും തെരഞ്ഞെടുത്തു. 10-12 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു. ഒമാൻ നാഷണൽ സാഹിത്യോത്സവ് നവംബർ 15-ന് അൽഖൈൽ പ്രിൻസ് പാലസിൽ നടക്കും. പ്രവാസം, ചരിത്രമെഴുതിയ പ്രയാണങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഇത്തവണ സാഹിത്യോത്സവവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. 80 ഇനങ്ങളിലായി 11 സോണുകളിൽ നിന്ന് 300-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മസ്കത്ത് കലാലയം സാംസ്കാരിക വേദി ഒമാൻ സംഘടിപ്പിക്കുന്ന നാഷണൽ സാഹിത്യോത്സവത്തിന്റെ 14ാമത് എഡിഷനാണ് ഇപ്രാവശ്യം സീബിൽ നടക്കുന്നത്. സാഹിത്യ ചർച്ചകൾ, സാംസ്കാരിക സദസ്സുകൾ, സാഹിത്യോത്സവ അവാർഡ് തുടങ്ങിയവയും അനുബന്ധമായി നടക്കും. 80 ഇനങ്ങളിലായി 11 സോണുകളിൽ നിന്ന് 300-ലധികം മത്സരാർത്ഥികൾ നാഷണൽ തലത്തിൽ പങ്കെടുക്കും. യൂണിറ്റ്, സെക്ടർ സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം 11 സോൺ സാഹിത്യോത്സവങ്ങളും കഴിഞ്ഞാണ് പ്രതിഭകൾ സീബിലെത്തുക. സാഹിത്യോത്സവിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും 94 81 72 92 എന്ന നമ്പറിലും 96 56 10 16 എന്ന നമ്പറിലും രജിസ്ട്രേഷന് ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ BK അബ്ദുൽ ലത്തീഫ് ഹാജി, ഹബീബ് അഷ്റഫ്, RSC മുനീബ് കൊയിലാണ്ടി, VM ഷരീഫ് സഹദി മഞ്ഞപ്പറ്റ, ശിഹാബ് കാപ്പാട്, ഖാസിം മഞ്ചേശ്വരം, മിസ്അബ് കൂത്തുപറമ്പ് എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 മസ്കത്ത്. ബഹ്റൈനിൽ ഐനുൽ ഹുദ മദ്രസയും
KMCC മോറബ് ഏരിയയും കമ്മിറ്റിയും ചേർന്ന് നബിദിന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മോറബ് അൽ ഇസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ KMCC ബഹ്റൈൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റസാഖ് നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് വാർഷിക പൊതുസമ്മേളനവും തെരഞ്ഞെടുപ്പും സാൽമിയിലെ മരീന ഹോട്ടലിൽ നടന്നു. ചെയർമാൻ ഗുർവീന്ദർ സിംഗ് ലാംബ, സോളി മാത്യു, സുനീത് അറോറ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. നിലവിലെ വൈസ് ചെയർമാൻ കൈസർ ഷാക്കിർ പുതിയ ചെയർമാനായും ജോയിന്റ് സെക്രട്ടറി സുരേഷ് KP പുതിയ സെക്രട്ടറിയായും സ്ഥാനമേറ്റു. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ലാഭേച്ഛ രഹിത സംഘടനയാണ് IBPC. ഒമാൻ ബിദിയ SIC നൂറുൽ ഈമാൻ മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇഷൽ അബി 2024 എന്ന പേരിൽ നബിദിന ആഘോഷ പരിപാടികൾ നടന്നു. ഷംസുദ്ദീൻ ഇരിക്കൂറിന്റെ അധ്യക്ഷതയിൽ റഫീഖ് മോളൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ അമാനി മുഖ്യപ്രഭാഷണം നടത്തി. ഷഫീഖ് പൊന്നാട്, റിയാസ് ചിറ്റാരിപ്പറമ്പ്, നാസർ വയനാട് എന്നിവർ നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഗാഫില ദഫ് സംഘത്തിന്റെ ദഫ് പ്രദർശനവും അരങ്ങേറി. ദമാം തെക്കേപ്പുറം ഫ്രൈഡേ ക്ലബിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കോയ ഹസൻ പ്രസിഡന്റായും ഷിനിൽ റഹ്മാൻ ജനറൽ സെക്രട്ടറിയായും PP അലി ട്രഷററായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അൽതാഫ് അബ്ബ്, PV സിദ്ദീഖ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പ്രവാസി വെൽഫെയർ സൗദി അൽഖോബാർ ഘടകം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൗദിയിലെ ഡെത്ത് ഫോർമാലിറ്റീസ് എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹ്യ പ്രവർത്തകൻ സലീം ആലപ്പുഴ ക്ലാസ് എടുത്തു. സിയാദ്, സാബിഖ്, അബ്ദുറഹീം എന്നിവർ സംസാരിച്ചു. ഹാരിസ് കലൂർ, ഷിബില കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തക സ്നേഹ സംഗമം സംഘടിപ്പിച്ച് മദീന ഏരിയ OICC തൊരീഖ് അയൂണിലുള്ള ഇസ്തറാഹ റോസിൽ സംഘടിപ്പിച്ച പരിപാടി ഹക്കീം പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മമത നൽകുന്നതിന് വേണ്ടി ശ്രീ ജാഫർ കാവോടിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്ത മുൻചാണ്ടി പുരസ്കാരം, ഹജ്ജ് വളണ്ടിയർമാർക്കുള്ള ആദരം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി കൈമാറി. റാസൽ ഖൈമ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ അധ്യാപകനായിരുന്ന പത്തനംതിട്ട സ്വദേശി ബിനുകുമാർ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ജോലി രാജിവെച്ച് യൂറോപ്പിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മരണം. മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുവരും. ഏഷ്യൻ ഫുട്ബോളിൽ പോയ വർഷത്തെ മികച്ച താരത്തിനുള്ള AFC പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ടിൽ ഖത്തറിന്റെ സൂപ്പർ താരം അക്രം അഫീഫും ഇടം പിടിച്ചു. ഒക്ടോബർ 29 ദക്ഷിണ കൊറിയയിലെ സോളിലാണ് പുരസ്കാര പ്രഖ്യാപനം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഖത്തറിന് വീണ്ടും കിരീടമണിയിച്ച പ്രകടനവുമായാണ് അഫീഫ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത്. ദമാമിലെ ഫുട്ബോൾ ക്ലബായ EMF റാക്ക സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനിലെ 20 ക്ലബ്ബുകൾ ഏറ്റുമുട്ടും. EMF റാക്ക FCയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ടൂർണമെന്റിന് ദമാം റാക്ക അൽയമമ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഖാലിദ് മുഹമ്മദ് അൽ കഹ്താനി മേളയുടെ കിക്ക് ഓഫ് നിർവഹിച്ചു. മുഹമ്മദ് ഇക്ബാൽ, അസീസ് മുണ്ടത്തി എന്നിവർ മുഖ്യ അതിഥികളായി. ഡിഫ ആക്ടിംഗ് പ്രസിഡന്റ് ആഷി നെല്ലിക്കുന്ന്, റഷീദ് മാളിയേക്കൽ, മുജീബ് കളത്തിൽ, സിദ്ദിഖ് പാണ്ടികശാല, PN ഷബീർ എന്നിവർ സംബന്ധിച്ചു. ആദ്യ മത്സരത്തിൽ ദമാം സോക്കർ FCയെ പരാജയപ്പെടുത്തി CSC സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി. രണ്ടാം മത്സരത്തിൽ DFC കത്തീഫിനെ പരാജയപ്പെടുത്തി EMF റാക്ക വിജയികളായി. റഷീദ് ചേന്നമംഗലൂർ, സക്കരിയ, നൌഫൽ പരി, അൻവർ വാഴക്കാട്, ഷറഫു പാറക്കൽ, നവാസ് തൃപ്പനച്ചി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്ടോബർ 3 ജിദ്ദയിൽ നടക്കും. വൈകിട്ട് 8 മണിക്ക് ഖാലിദ് ബിൻ വലീദ് റോഡിന് സമീപമുള്ള ഒളിമ്പിയ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. ഒക്ടോബർ 3, 4 തീയതികളിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളും 10 സെമിഫൈനൽ മത്സരങ്ങളും 11 ഫൈനൽ മത്സരവും നടക്കും. ജൂനിയർ, വെറ്ററൻസ് വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ 2024-26 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. റഹ്മത്ത് അലിയെ പ്രസിഡന്റായും ജെറി ജോയിയെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സാവിയോ, മൊയ്തീൻകുട്ടി, മുസ്തഫ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ.
UAE-ലെ ഒരു ഇസ്ലാമിക ഇൻഷുറൻസ് കമ്പനിക്ക് സെൻട്രൽ ബാങ്ക് 6 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിലക്ക് കാലയളവിൽ കമ്പനി വാഹന ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയ്ക്ക് ഉപഭോക്താക്കളുമായി കരാറുണ്ടാക്കാൻ പാടില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ പേര് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടില്ല. ദുബൈയിലെ സ്വകാര്യ സ്കൂളുകളിൽ പരിശോധന ശക്തമാക്കി ഹെൽത്ത് അതോറിറ്റി. അധ്യയനം ആരംഭിച്ച സാഹചര്യത്തിലാണ് പരിശോധന. ക്യാന്റീൻ, ക്ലിനിക്, സ്പോർട്സ് ഹാൾ അടക്കമുള്ള സൗകര്യങ്ങൾ അതോറിറ്റി വിലയിരുത്തി. സ്കൂളിലെ ആരോഗ്യ സംഘങ്ങളുമായി അതോറിറ്റി ചർച്ച നടത്തുകയും ചെയ്തു. ദുബൈയിലെ നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 2ാമത്തെ ഷോറൂം അൽബർഷ ലുലുവിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം വിദ്യാ ബാലൻ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ മോറിക്യാപ്പിന്റെ ജ്വല്ലറി സംരംഭമാണ് നിഷ്ക മൊമെന്റ്സ്. ദുബൈ കറാമ സെന്ററിൽ കഴിഞ്ഞ വർഷമാണ് ആദ്യ ബ്രാഞ്ച് തുറന്നത്. ഒക്ടോബർ 5 രാവിലെ 10:30 പുതിയ ശാഖ അൽബർഷ ലുലുവിൽ നടി വിദ്യാ ബാലൻ ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കൂലി ഇളവടക്കം ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ചെയർമാൻ നിഷിൻ തസ്ലീം പറഞ്ഞു. ഓരോ ഐറ്റം എടുക്കുമ്പോഴും ഓരോ ആഭരണങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ പണിക്കൂലി അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് ദുബായിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ തന്നെ നമ്മളെന്താണ് ആഭരണങ്ങൾ എടുക്കുകയാണെങ്കിൽ 0% മേക്കിംഗ് ചാർജാണ്. അവരെടുക്കുന്ന ആഭരണത്തിൻ്റെ പകുതി ആഭരണങ്ങൾക്ക് 0% മേക്കിംഗ് ആയിരിക്കും. UAE-യിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അബുദാബിയിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഷാർജ, റോള, മുവേലിയ, മീന ബസാറാണ് നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് ഷോറൂമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിഷ്ക മൊമെന്റ്സിന്റെ കോ ചെയർമാൻ VM ഹസനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നിഷ്ക് 2024 എന്ന പേരിൽ അരങ്ങേറി. പ്രിൻസിപ്പൽ VR പളനിസ്വാമി ദീപം തെളിച്ച് പരിപാടികൾ തുടങ്ങി. ഇന്ത്യൻ സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. പ്രമുഖ കാർഗോ സ്ഥാപനമായ 123 കാർഗോ ദുബായിൽ 2 ശാഖകൾ കൂടി തുറന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ പ്രത്യേകം നിരക്കിളവും പ്രഖ്യാപിച്ചു. കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും സ്ഥാപനത്തിന് പദ്ധതിയുണ്ടെന്ന് സംരംഭകർ അറിയിച്ചു. ജബലലി 2-ൽ പ്രവർത്തിക്കുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ദുബൈ DIP 2-ലെ പാഷൻ ഹൈപ്പർ മാർക്കറ്റിലുമാണ് 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ചുകൾ തുറന്നത്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സിംസാറുൽ ഹക്ക് ഉദവി മുഖ്യാതിഥിയായിരുന്നു. M ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ പറമ്പിൽ, 123 മാനേജർമാരായ മഷൂദ്, ഫാസിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന ഭാഗമായി പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായി M ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ പറഞ്ഞു. 123 കാർഗോയുടെ പുതിയ 2 ഔട്ട്ലെറ്റാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒന്ന് ജബലലി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും രണ്ടാമത്തത് DIP 2-ലെ പാസൻസ് ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും. സീ കാർഗോ കിലോയ്ക്ക് 4.5 ദിർഹവും എയർ കാർഗോ കിലോയ്ക്ക് 10.5 ദിർഹവുമായിരിക്കും ഉദ്ഘാടന ഭാഗമായുള്ള നിരക്കിളവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൂടുതൽ പുതിയ ബ്രാഞ്ചുകൾ തുറക്കാനും സ്ഥാപനത്തിന് പദ്ധതിയുണ്ട്. മീഡിയ 1 ദുബൈ. കാലാവസ്ഥ. ബഹ്റൈൻ കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ഖത്തർ കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ദമാം കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 37 പൈസ, UAE ദിർഹം 22 രൂപ 86 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 06 പൈസ, ഒമാനി റിയാൽ 218 രൂപ 6 പൈസ, കുവൈറ്റി ദിനാർ 274 രൂപ 49 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 74 പൈസ.